ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സങ്കടത്തോട് കൂടിയിരിക്കുന്ന സത്യദാസിൻ്റെ അടുത്തോട്ടേക്ക് ഭൂമി വരുന്നുണ്ട്. എന്നിട്ട് ഭൂമി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന്. ആ സമയത്ത് സത്യദാസ് പറയും, വർഷങ്ങളോളമായി എൻ്റെ മകളെയും ഭാര്യയെയും കാണാനില്ലാതായിട്ട് ആ വിഷമത്തിലാണ് ഇത്രയും വർഷം ഞാൻ ജീവിച്ചത്. അവളെ തിരിച്ചു കിട്ടാൻ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് മോളെ എന്ന് ചോദിക്കേണ്ട ഭൂമിയോട്. ആ സമയത്ത് സത്യദാസിൻ്റെ സങ്കടം കണ്ട് ഭൂമി പറയും, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് കുടുംബത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി അതൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് പറയാണ്. സത്യദാസ് പറയും, ഉറപ്പായും ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പോകാമെന്ന് പറയും. അങ്ങനെ കുടുംബത്തോടു കൂടി ഭൂമി സത്യദാസിനെയും കുടുംബത്തെയും ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകുകയാണ്. ക്ഷേത്രത്തിൽ എത്തുമ്പോൾ പൂജാരി പറയും, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവരായിരിക്കണം ഈ പൂജ ചെയ്യേണ്ടത് എന്ന്. ആ സമയത്ത് മുത്തശ്ശി പറയും, ഈ പൂജ ഭൂമി ചെയ്താൽ മതി എന്ന്. ആ സമയത്ത് അജയ് പറയും, അത് ഭൂമി ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ ഭൂമി പറയും, ഞാൻ ചെയ്യാം, അച്ഛന് വേണ്ടിയിട്ടല്ലേ, ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയണേ. അങ്ങനെ ഭൂമി ആ പൂജകളെല്ലാം ചെയ്യും. അങ്ങനെ ഭൂമി തളർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭൂമിയുടെ അടുത്തോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നത്. ആ സ്ത്രീ ആകെ ഒരു പഴകിയ വസ്ത്രവും ദേഹത്ത് ഒരുപാട് മുറിവുകളോട് കൂടിയായിരിക്കും ഭൂമിയുടെ അടുത്തോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഭൂമി ആ സ്ത്രീയെ അവിടെ ഇരുത്തും. ഭൂമി ആ സ്ത്രീയോട് ചോദിക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന്. ആ സമയത്ത് ഒന്നും സംസാരിക്കാൻ കഴിയാതെയായിരിക്കും ആ സ്ത്രീ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അജയും സത്യദാസും കുടുംബവും വരുന്നത്. ആ സ്ത്രീയെ കണ്ട സത്യദാസും കുടുംബവും ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഭൂമിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സത്യദാസ് ഓടിച്ചെന്ന് ശാരദ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലും. ആ സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് സത്യദാസ് ചോദിക്കും. സത്യദാസ് ചെന്ന് ആ സ്ത്രീയെ തൊടുന്ന സമയത്ത് ആ സ്ത്രീ കൈ തട്ടി മാറ്റുന്നുണ്ട്. ആ സമയത്ത് ഭൂമി ചോദിക്കും, നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്ന്. ആ സമയത്ത് സത്യദാസ് പറയും, ഇതാണ് എൻ്റെ ഭാര്യ ശാരദ എന്ന്. അങ്ങനെ ശാരദ എന്ന് വിളിക്കുമ്പോൾ പക്ഷേ ശാരദയ്ക്ക് സത്യദാസിനെയും കുടുംബത്തെയും മനസ്സിലാവില്ല. ഭൂമിയുടെ കൈ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടായിരിക്കും ആ സ്ത്രീ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ഭൂമി പറയും, നമുക്ക് ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവർ ആ സ്ത്രീയെ വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണ്. വീട്ടിലോട്ട് കൊണ്ടുപോയ സത്യദാസിൻ്റെ സത്യദാസ് ഭാര്യയുടെ അടുത്ത് ചെന്നിരിക്കും പേടിച്ചുകൊണ്ട്. സത്യദാസിൻ്റെ ഭാര്യ ഭൂമിയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. എനിക്ക് ഇവരെ എല്ലാവരെയും പേടിയാണെന്ന് പറയും. ആ സമയത്ത് ഭൂമി പറയും, അമ്മ പേടിക്കണ്ട, എന്തിനാ അമ്മ പേടിക്കുന്നത്, അമ്മയുടെ കൂടെ ഞാനില്ലേ എന്ന്. ഇത് കാണുന്ന എല്ലാവരും ഇങ്ങനെ സത്യദാസിൻ്റെ ഭാര്യയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് സത്യദാസ് ഒരു കവർ നിറച്ച് ഡ്രസ്സും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സത്യദാസിൻ്റെ ഭാര്യയ്ക്ക്. ആ സമയത്ത് സത്യദാസ് പറയും, ഒരുപാട് വർഷമായി എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും നിനക്കും മകൾക്കുമുള്ള എല്ലാ ഡ്രസ്സും റിങ്ങളും എല്ലാം ഞാൻ എടുത്തു വെക്കാറുണ്ട്. ഇതെല്ലാം നിനക്കുള്ളതാണ്. ഇനി നമ്മളുടെ മകളെ തിരിച്ചു കിട്ടിയാൽ അവൾക്കും ഇതുപോലെ കൊടുക്കാനുള്ള ഒരുപാട് ഉടുപ്പുകളും കൽസാമാനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇതെല്ലാം ഭവാനി ഇങ്ങനെ കാണുന്നുണ്ടാവും. ഭവാനിക്ക് ഇങ്ങനെ ഭയം തോന്നുകയാണ്. അങ്ങനെ ഭവാനിയെ സത്യദാസിൻ്റെ ഭാര്യ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് സത്യദാസിൻ്റെ ഭാര്യ ഭവാനിയെ കാണുമ്പോൾ പേടിക്കുകയാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. സത്യദാസിൻ്റെ ഭാര്യയും കുഞ്ഞും മായിട്ടിങ്ങനെ പോകുന്ന സമയത്താണ് ഭവാനിയും ഗുണ്ടകളും ചേർന്നുകൊണ്ട് സത്യദാസിൻ്റെ ഭാര്യയെയും മകളെയും തട്ടിക്കൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഭവാനി സത്യദാസിൻ്റെ ഭാര്യയെ വെടിവെക്കുന്നുണ്ട്. അന്ന് ഭവാനി കരുതിയത് സത്യദാസിൻ്റെ ഭാര്യ മരിച്ചു എന്നാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭയത്തോടു കൂടി ഇങ്ങനെ ഭവാനി നിൽക്കുന്നുണ്ട്. ഭവാനിയെ കണ്ട ഷോക്കിൽ ഇങ്ങനെ സത്യദാസിൻ്റെ ഭാര്യ ഭൂമിയുടെ അടുത്തോട്ടേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഭൂമി ചോദിക്കും, ആരെയാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന സത്യദാസും മകളും സത്യദാസിൻ്റെ ഭാര്യയും നിൽക്കുന്ന ഫോട്ടോ നോക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് സത്യദാസിൻ്റെ മകളുടെ ഫോട്ടോയിൽ ഇങ്ങനെ കൈവച്ച് തടവിക്കൊണ്ട് നിൽക്കുകയാണ് സത്യദാസിൻ്റെ ഭാര്യ. ആ സമയത്ത് സത്യദാസ് പറയും, നമ്മളുടെ മകൾ എവിടെയാണെന്ന് നമുക്ക് അറിവില്ല, അവളെയും ഇതുപോലെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് സത്യദാസിൻ്റെ അടുത്ത് നിന്നും ഓടിപ്പോകുകയാണ് ഭൂമിയുടെ അടുത്തോട്ടേക്ക് സത്യദാസിൻ്റെ ഭാര്യ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.